സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ 1 വയസ്സ് പ്രായമായ കൈക്കുഞ്ഞും അമ്മയുമായി യുവതി പെരുവഴിയിൽ. എറണാകുളം പുത്തൻകുരിശിന് സമീപം മലയക്കുരിശ് നിരപ്പേൽ വീട്ടിൽ സ്വാതിയും കുടുംബവുമാണ് വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായത്. 5 ലക്ഷം രൂപയാണ് ഇവർ വായ്പയായി എടുത്തത്. ഇതിൽ 3.9 ലക്ഷം തിരിച്ചടച്ചു. എന്നാൽ ഇതിനിടയിൽ സ്വാതി ഗർഭിണിയാവുകയും ജോലിയില്ലാത്തതിനാൽ ലോണടവ് മുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ 5 ലക്ഷം തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് പറയുന്നത്. ഞാൻ 2019 ലോൺ എടുത്ത് മണപ്പുറം കടവന്തറ ബ്രാഞ്ചിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഇപ്പോൾ ഞാനൊരു 3,95,000 രൂപ അടുത്തോളം അടച്ചു. ഇപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ ജോലി നഷ്ടമായിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് അത്രയും നാളത്തെ പെൻഡിങ് വന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചാണ് കഴിഞ്ഞ നവംബറിൽ കുഞ്ഞിന് 4 മാസമൊക്കെ ഇപ്പം ജോലിക്ക് പോയി തുടങ്ങിയായിരുന്നു. അപ്പോൾ EMI ആയിട്ട് അടച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അങ്ങനെ അടയ്ക്കാൻ പറ്റില്ല, ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് 2-3 പ്രാവശ്യം അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ എൻ്റെ പേരിൽ ഒരു ചെക്ക് ലീഫ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ലോൺ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവർക്ക് ചെക്ക് ലീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവർ മഹാരാഷ്ട്ര പൂനെയിൽ അവിടെ കോർട്ടിൽ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട് ചെക്ക് കേസ്. അപ്പം ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ മെമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെമ്പറൊക്കെ സംസാരിച്ച് അവർ ഒരു സാവകാശം തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ആ സമയത്തിൽ ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ജോലിക്ക് പോയപ്പോഴാണ് അവരിവിടെ വന്നതും. അമ്മയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പേടിച്ചിട്ട് ഇറങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ വന്നപ്പോൾ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്. അപ്പം ഇപ്പോൾ MLA ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞു 2 ദിവസത്തിനുള്ളൊരു തീരുമാനം അറിയിക്കണം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇത്രയും വലിയൊരു എമൗണ്ട് ഇപ്പം അവർ പറയുന്നു ഇനി 5 ലക്ഷം കൂടെ അടക്കണം എന്നാണ് ഇപ്പം അവർ പറഞ്ഞത്. 3,95,000 ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു സാർ. അപ്പം ഇപ്പം അവർ ഇനി വേവറൊക്കെ എടുത്തിട്ടും അത്രയെങ്കിലും അടക്കണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കറക്റ്റ് ഒരു എമൗണ്ട് അവർ പറയില്ല, 5 ലക്ഷം എന്നുള്ളത് ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഒരു തുക ഈ 2 ദിവസം കൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് എനിക്ക് അതിനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഈ പെരുവഴിയിൽ ഇപ്പോൾ നിൽക്കണത് ഇപ്പം ഞാനും അമ്മയും കുഞ്ഞും മാത്രമാണുള്ളത്. മോന് 1 വയസ്സ് പ്രായമായിട്ടുള്ളൂ. ഞാൻ ഒറ്റ മോളാണ്. അവന് എനിക്കൊരു കുഞ്ഞുണ്ട്. അച്ഛായി മരിച്ചിട്ട് വർഷങ്ങളായി. അമ്മയും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഈ 2.25 സെൻറ്റാണുള്ളത്. നമുക്ക് റോഡിനൊക്കെ പോയപ്പോൾ 2.25 സെൻറ്റ് സ്ഥലം അതിനേ ഉള്ളൂ. അതിനകത്താണ് ഈ പേരെ ഇരിക്കുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറൊരു കിടപ്പാടും ഇല്ല. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ അമ്മേനെയും കുഞ്ഞിനെയും കൊണ്ട്, അമ്മയ്ക്കാണെങ്കിൽ പ്രായമായി 65 വയസ്സുണ്ട്. അമ്മയ്ക്ക് ഹാർട്ടിലേക്കുള്ള ബ്ലഡൊക്കെ ബ്ലോക്കായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാനൊരാൾ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയാം. ഇവരുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ട സഹായം ചെയ്യുമെന്നും വാർഡ് മെമ്പർ നിഷ സജീവ് പറഞ്ഞു. നമുക്ക് പൈസ അടയ്ക്കാതെ മറ്റൊരു പരിഹാരം എന്ന് പറയാതെ ചെയ്യാനില്ല. കാരണം ബാങ്ക് കുറേ അവധി നമുക്ക് തന്നു കഴിഞ്ഞു. പൈസ അടയ്ക്കില്ല എന്നിവർ പറയുന്നില്ല. പക്ഷെ ഒറ്റയടിക്ക് ഒരു വലിയ സംഖ്യ അടയ്ക്കാൻ പറ്റില്ല. തവണകളായിട്ട് വേണമെങ്കിൽ അടയ്ക്കാം എന്നിവർ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ പല രീതിയിലും ശ്രമിച്ചിരുന്നു തുക കണ്ടെത്താനായിട്ട്. പക്ഷെ അത് നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ഇനി ഒരു 2 ആഴ്ച സമയം കൊണ്ട് നമ്മൾ പലരോടും പേഴ്സണലി അല്ലാതെയൊക്കെ കുറച്ച് ശ്രമിച്ചായിരുന്നു. നമ്മൾ ഇതുപോലൊരു നിലവിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം പലരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ മാക്സിമം പൈസ സംഘടിപ്പിച്ചിട്ട് അത് അടയ്ക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഇപ്പം ഞങ്ങൾ മുൻ മെമ്പറൂടെ വന്നിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്നു, മണ്ഡലം പ്രസിഡന്റ് വന്നു, MLA ആണെങ്കിലും വന്നിരുന്നു. വന്നിട്ട് മറ്റേ ബാങ്കുകാരുമായിട്ട് സംസാരിച്ചിട്ടാണ് സാർ പോയത്. സാഹചര്യങ്ങളാണ് പലരെയും ഇതുപോലെ വഴിയാധാരമാക്കുന്നത്. ഇതിൽ നിന്നും കരകയറുവാൻ ഈ കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ് കേരള.